ദിവ്യകാരുണ്യനാഥന്റെ കരം പിടിച്ച് അനുദിനം സഞ്ചരിക്കുന്നവർ, സഹനവേളകളിൽ വിശുദ്ധ കുർബാനയിൽ ആശ്രയം തേടുന്നവർ, ഇത് CMI സഭയുടെ കോഴിക്കോട് സെന്റ് തോമസ് പ്രൊവിൻസ് അംഗമായ ഫാദർ ജിനു പുൽപ്പറമ്പിൽ CMI. സെമിനാരി കാലഘട്ടത്തിൽ ക്യാൻസർ രോഗം പിടിമുറുക്കിയപ്പോൾ ദിവ്യകാരുണ്യ ഈശോയിൽ മാത്രം ആശ്രയം തേടി രോഗത്തെ അതിജീവിച്ച ജിനുവച്ചൻ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും നമ്മോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് ഫാദർ ജിനു പുൽപ്പറമ്പിൽ. ഞാൻ കോഴിക്കോട് CMI സെൻറ്റ് തോമസ് പ്രൊവിൻസ്യാംഗമാണ്. എൻ്റെ സ്വദേശം വയനാട്ടിലെ മാനന്തവാടിക്കടുത്തുള്ള വെള്ളമുണ്ടിയാണ്. എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, പെങ്ങൾ എന്നിവരാണുള്ളത്. ഞാൻ ചങ്ങനാശ്ശേരി SB കോളേജിൽ ഗണിതശാസ്ത്ര അധ്യാപകനായി 4 വർഷം അവിടെ സേവനം ചെയ്തപ്പോൾ എനിക്ക് അവിടെ നിന്നുണ്ടായ ദിവ്യകാരുണ്യ അനുഭവവും അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ സന്യാസ വൈദിക പരിശീലന സമയത്ത് എനിക്ക് കടന്നു പോകേണ്ട രോഗാവസ്ഥയിൽ ഈ ദിവ്യകാരുണ്യ അനുഭവം എന്നെ എത്രമാത്രം പിടിച്ചു നിർത്തി എന്നുള്ളതുമാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളത്. എൻ്റെ പരിശീലന കാലഘട്ടത്തിൽ എനിക്കുണ്ടായ ട്യൂമർ ക്യാൻസറും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷമ സമയത്ത് എൻ്റെ ദിവ്യകാരുണ്യ അനുഭവം എന്നെ എത്രമാത്രം ആ രോഗാവസ്ഥയെ തരണം ചെയ്യുവാനായിട്ട് സഹായിച്ചു എന്നുള്ളതുമാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളത്. എൻ്റെ കുട്ടിക്കാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എൻ്റെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ വളർത്താനായിട്ട് ഞങ്ങളെ പരിശീലിപ്പിച്ചിരുന്നു. അമ്മ ഒരു സ്കൂൾ ടീച്ചറായിരുന്ന സമയത്ത് നോമ്പിൻ്റെ കാലഘട്ടത്തിലൊക്കെ വെള്ളിയാഴ്ചകളിലൊക്കെ ഞങ്ങളെ പള്ളികളിൽ കൊണ്ടുപോവുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സ്നേഹത്തിൽ വളർത്തുവാനായിട്ട് ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്തു. ആ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവുമാണ് എന്നെ ഒരു ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് നയിച്ചത് എന്ന് എനിക്കിപ്പോൾ ഉറപ്പായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് സാധിക്കും, വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. ജോൺ പോൾ II മാർപ്പാപ്പ പറയുന്നത് പോലെ പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യത്തിൻ്റെ സ്ത്രീയാണ്. ആ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആ അമ്മയുടെ അടുത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ അമ്മ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ദിവ്യകാരുണ്യ ഈശോയിലേക്കും അവിടുത്തെ സാന്നിധ്യത്തിലേക്കും നയിക്കുമെന്ന് ഉറപ്പായിട്ട് നമുക്ക് വിശ്വസിക്കാം. ഒരു ദിവ്യകാരുണ്യ അനുഭവം തേടുന്ന വ്യക്തി ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് അടുത്തു വരികയാണെങ്കിൽ ആ അമ്മയുടെ മാധ്യസ്ഥവും സ്നേഹവും വാത്സല്യവും നുകർന്നുകൊണ്ട് ഒരു ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും എന്ന് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. എൻ്റെ ഡിഗ്രി പഠന കാലഘട്ടത്തിലൊക്കെ എന്നെ ദിവ്യകാരുണ്യ ആ കുർബാന അനുഭവത്തിലേക്ക് വഴി നടത്താനായിട്ട് എൻ്റെ അമ്മ ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. അമ്മ എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യം, നഷ്ടപ്പെട്ടു പോയ കുർബാനകൾ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് ദിനവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട് അമ്മ ഞങ്ങളെ സഹായിച്ചിരുന്നു, അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അമ്മ ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ഞങ്ങളെ ഒരുക്കാൻ വൈകുന്നേരം തന്നെ കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് രാവിലെ തന്നെ അമ്മ ദിവ്യകാരുണ്യ കുർബാനയ്ക്കായിട്ട് പോയി നേരത്തെ തന്നെ തിരിച്ചു വന്ന് എന്നെ കോളേജിലേക്ക് ഡിഗ്രി പഠനകാലത്ത് ചോറൊക്കെ തന്ന് വിട്ട അമ്മയുടെ ആ ദിവ്യകാരുണ്യ സ്നേഹം, വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം എന്നെ ഈ ഒരു അനുഭവത്തിലേക്ക് ആഴമായിട്ട് നയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജ
പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. എൻ്റെ ഡിഗ്രി PG പഠന കാലഘട്ടങ്ങൾക്ക് ശേഷം ഞാൻ MPhil പഠിക്കുവാനും വേണ്ടി പോയത് ട്രിച്ചിയിലാണ്. അപ്പോൾ അമ്മ ആദ്യമായിട്ട് ചോദിച്ചൊരു കാര്യം, അവിടെ നിനക്ക് കുർബാന കാണുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നടന്ന എന്നെ അമ്മ തീർച്ചയായും അവിടെ കൊണ്ടുപോയപ്പോൾ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള നിരവധി പള്ളികൾ ആ ട്രിച്ചിയിൽ, പഴയ പുരാതനമായ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള നിരവധി പള്ളികൾ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. അവിടെയെല്ലാം പോയി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ദിവ്യകാരുണ്യ ഈശോയെ അനുഭവിക്കുവാനായിട്ടുള്ള കൃപ എനിക്ക് നൽകി. അതിനുശേഷം ഞാൻ ചങ്ങനാശ്ശേരി SB കോളേജിലെ ഗണിതശാസ്ത്ര വിഭാഗത്തിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി സേവനം ആരംഭിച്ചു. ആ ചങ്ങനാശ്ശേരിയിൽ ജീവിച്ച 4 വർഷമാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ ദിവ്യകാരുണ്യ അനുഭവത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എനിക്ക് സമ്മാനിച്ച കാലഘട്ടങ്ങൾ. ഞാനവിടെ SB കോളേജിലായിരിക്കുന്ന സമയത്ത് അവിടെയുള്ള മെത്രാപ്പൊലിറ്റൻ പള്ളി, പാറയിൽ പള്ളി, അതുപോലെ തന്നെ മധുമൂലയിലുള്ള കപ്പുച്ചിൻ ആശ്രമത് പള്ളി, ഇവിടെയൊക്കെ ഞാൻ കുർബാനകൾക്കായിട്ട് പോയിരുന്നു. ആ സമയങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ എന്നെ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് നയിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എങ്കിൽ കൂടിയും ആ ദിവ്യകാരുണ്യ കുർബാന അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോയി. അവിടുത്തെ 4 വർഷത്തെ പഠിപ്പിക്കലിന് ഇടയ്ക്ക് ഒരിക്കൽ ഞാൻ കട്ടപ്പനയിലുള്ള ഡൊമിനിക് അച്ഛൻ്റെ ആ ധ്യാന കേന്ദ്രത്തിൽ പോവുകയും അവിടെ വെച്ച് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ ധ്യാനത്തിൻ്റെ സമയങ്ങളിലൊന്നും എനിക്ക് അനുഭവപരമായിട്ടൊന്നും ലഭിച്ചില്ലെങ്കിൽ കൂടിയും ആ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് വൈകുന്നേരം ഞാൻ കത്തീഡ്രൽ പള്ളിയിൽ വീണ്ടും ഒരു കുർബാനയ്ക്ക് വേണ്ടി പോയ സമയത്ത് അന്ന് അവിടെ ചങ്ങനാശ്ശേരിയുടെ മെത്രാപ്പൊലീത്തയായിരുന്ന കുര്യാളശ്ശേരി പിതാവിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ കുർബാനകൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ കുർബാനയിൽ ഞാൻ പങ്കെടുത്ത സമയത്ത് എനിക്ക് അതുവരെ അനുഭവിക്കുവാൻ സാധിക്കാത്ത ഒരു ദിവ്യകാരുണ്യ അനുഭവം എനിക്ക് അവിടെ നിന്നുണ്ടായി. ആ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ആ കുർബാന ആ തുടക്കത്തിൽ പ്രവേശിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ വളരെ ആഴത്തിലുള്ളൊരു അനുഭവത്തിലേക്ക് ആ കുർബാന എന്നെ കൊണ്ടെത്തിച്ചു. ആ കുർബാനയിലൂടെ ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യം വർണ്ണിക്കാനാകാത്ത വിധം എനിക്ക് അനുഭവപ്പെട്ടു. വിശുദ്ധ കുർബാനയുടെ സ്വീകരണ സമയത്ത് സ്വീകരിച്ച് ഞാൻ മുട്ടുകുത്തിയത് മാത്രമേ എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളൂ. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നെനിക്ക് ഓർക്കാനായിട്ട് സാധിച്ചില്ല. കുർബാന തീർന്ന് വളരെ നേരം കഴിഞ്ഞ് പള്ളിയിലെ ആൾക്കാർ ജനം മുഴുവനും പോയതിന് ശേഷമാണ് ഞാൻ ആ പള്ളിയിലാണ് നിൽക്കുന്നതെന്നും മുട്ടുകുത്തി നിൽക്കുന്നതെന്നും ആ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം ആ ഈശോയുടെ സാന്നിധ്യം, ആ ശക്തമേറിയ വർണ്ണിക്കാൻ സാധിക്കാത്ത ആ ദിവ്യകാരുണ്യ അനുഭവം എനിക്ക് ലഭിച്ചത്. അതിലൂടെ എനിക്ക് മനസ്സിലായി ഈശോയുടെ സാന്നിധ്യം വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് നമ്മുടെ അനുഭവ തലത്തിലേക്ക് ഇറങ്ങും. നമ്മുടെ ആത്മാവിലും മനസ്സിലും മാത്രമല്ല, ശരീരത്തിൽ പോലും ഈശോയുടെ ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും എന്നെനിക്ക് അന്ന് ബോധ്യപ്പെട്ടു. ദിവ്യകാരുണ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശോയുടെ ആ സാന്നിധ്യം വളരെ ആഴമായ രീതിയിൽ എൻ്റെ ബോധ്യത്തിലേക്ക് ആഴപ്പെടുവാനായിട്ട് ഈ സംഭവം കാരണമായി. എനിക്ക് പറയുവാനുള്ളത്, നമുക്ക് ഒരു ദിവ്യകാരുണ്യ അനുഭവം ലഭിക്കുവാൻ നമ്മുടെ ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അന്ന് വരെ പങ്കെടുത്ത കുർബാനകളിലൂടെ വിശദീകരിക്കപ്പെട്ട എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയും അതോടൊപ്പം തന്നെ ധ്യാനകേന്ദ്രത്തിലെ അണക്കര ധ്യാനകേന്ദ്രത്തിലെ ആ 5 ദിവസത്തെ ധ്യാനത്തിലൂടെയുള്ള എൻ്റെ അടുത്ത ഒരുക്കവും ഈ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് ഈശോയുടെ
ആ സാന്നിധ്യ അനുഭവത്തിലേക്ക്, നമുക്ക് വർണ്ണിക്കുവാൻ സാധിക്കാത്ത ഈശോയുടെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഒരു ദിവ്യകാരുണ്യ അനുഭവം തേടുന്ന ഒരു വ്യക്തി തീർച്ചയായും നല്ലൊരു ഒരുക്കത്തോടുകൂടി ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ആത്മീയമായി ഒരുങ്ങി വരികയാണെങ്കിൽ ആ വ്യക്തിക്കും ഈശോ തൻ്റെ ദിവ്യകാരുണ്യ അനുഭവം പങ്കുവച്ച് നൽകും എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയുവാൻ കഴിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ചങ്ങനാശ്ശേരി SP കോളേജിലെ ജോലി ഞാൻ ഏറെ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് ഞാൻ നേടിയതാണെങ്കിലും എനിക്ക് അതിനുള്ളിൽ നിന്നൊരു ശൂന്യത അനുഭവപ്പെടുവാനായിട്ട് ആരംഭിച്ചു. ആ ജോലിക്കപ്പുറത്തേക്ക് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ജീവിതാന്തസ്സിലേക്ക്, ഈശോയുടെ ആ സ്നേഹാനുഭവത്തിലേക്ക് അവിടുന്ന് വിളിക്കുന്നതായിട്ട് എനിക്ക് പതുക്കെ പതുക്കെ ബോധ്യപ്പെടുവാനായി തുടങ്ങി. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അവിടുത്തെ ജോലി തൽക്കാലത്തേക്ക് ലീവെടുത്ത് CMI സെൻറ്റ് തോമസ് പ്രൊവിൻസിൽ ചേരുകയും നവസന്യാസ ഭവനത്തിനായി മേരിക്കുന്നിലേക്ക് പോവുകയും ചെയ്തു. അവിടെ നിന്ന് എനിക്ക് ലഭിച്ച ആ ദൈവവിളിയുടെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമൊക്കെ ആഴപ്പെടുവാനായിട്ട് എനിക്ക് സാധിച്ചു. കർമ്മലീത്ത സഭയുടെ പ്രത്യേകതയാണ് ഉള്ളിൽ വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ അനുഭവിക്കുവാനായിട്ട് ആത്മാക്കളെ ഒരുക്കുക എന്നുള്ള പ്രധാനപ്പെട്ടൊരു ദൗത്യം. അതുകൊണ്ട് തന്നെ കർമ്മലീത്ത ആധ്യാത്മികതയിൽ അനുദിനമുള്ള ദിവ്യകാരുണ്യ സ്വീകരണവും ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പുള്ള ഒരുക്കവും അതിനുശേഷവുമുള്ള ഉപകാര സ്മരണയുമൊക്കെ പ്രധാനപ്പെട്ട ആധ്യാത്മിക പരിപാടികളാണ്. അതിലൂടെയൊക്കെ എനിക്ക് ലഭിച്ച ദിവ്യകാരുണ്യ ആ ഈശോയുടെ സാന്നിധ്യം ആഴപ്പെടുവാൻ, അതിൻ്റെ ആ സാന്ദ്രത മനസ്സിലാക്കുവാൻ, അതിൽ ജീവിക്കുവാൻ, അതിൻ്റെ ശക്തിയിൽ മുന്നോട്ട് പോകുവാനൊക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ സന്യാസ ആ പരിശീലനത്തിന് ശേഷം ഞാൻ ദേവഗിരി കോളേജിൽ ഒരു ബ്രദറായിക്കൊണ്ട് ഗണിതശാസ്ത്രം പഠിപ്പിക്കുവാനായിട്ട് ഇവിടെ ജോയിൻ ചെയ്തു. ആ കാലഘട്ടത്തിൽ മറ്റുള്ള വ്യക്തികൾക്കുള്ള ദിവ്യകാരുണ്യ ഈശോയെ പറ്റിയുള്ള ബോധ്യങ്ങൾ എനിക്ക് ലഭിക്കാൻ തുടങ്ങി. ഒരിക്കൽ ഞാൻ തിങ്കളാഴ്ച ദിവസം കോളേജിൽ നിന്ന് ചോറുണ്ണുവാനായി അല്പം താമസിച്ച് മൊണാസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജോർജ് എന്നുള്ള ഒരു പയ്യൻ നട്ടുച്ചയ്ക്ക് മുടി മുറിച്ച് ആ മുടിയും വിശർപ്പും എല്ലാമായി ഒഴുകി കോളേജിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ കോളേജിലേക്ക് തിരിച്ചു പോകുന്നത്? അപ്പോൾ അവൻ പറഞ്ഞ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. അവൻ പറയുകയാണ്, എൻ്റെ വീട് തിരുവമ്പാടി സൈഡിലാണ്, രാവിലെ കുർബാന കാണാനായിട്ട് സാധിച്ചില്ല, വൈകുന്നേരം മുടി മുറിക്കാതെ ചെന്നാൽ ഹോസ്റ്റലിൽ അവിടെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് കുർബാന മുടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഉച്ചയ്ക്ക് പോയി മുടി മുറിച്ച് വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കുവാനായിട്ട് ഒരു ആത്മായ ഡിഗ്രി വിദ്യാർത്ഥി കാണിച്ച ആ ജാഗരണവും ഉത്സാഹവും ഒക്കെ എൻ്റെ ദിവ്യകാരുണ്യ അനുഭവത്തെ കൂടുതൽ ഒന്നുകൂടി വിലയിരുത്തുവാനും ആഴപ്പെടുവാനും ഒക്കെ എനിക്ക് സാധിച്ചു. ഇതിന് ശേഷം ഞാൻ ധർമാരാമിൽ ഫിലോസഫി തിയോളജി പഠിക്കുവാനായിട്ട് പോയി. അവിടെ എത്തിയ സമയത്ത് തിയോളജി ഫിലോസഫി ക്ലാസ്സുകളിലൊക്കെ വിശുദ്ധാത്മാക്കളുടെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിയുവാനായിട്ട് ദൈവം ഇടവരുത്തി. ആ അനുഭവങ്ങളൊക്കെ വിശുദ്ധ കുർബാനയിൽ കൂടുതൽ ആഴത്തിൽ പങ്കെടുക്കുവാൻ, ഒരുങ്ങി വിശുദ്ധ കുർബാനയ്ക്ക് ചെല്ലുവാൻ, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മയോടൊക്കെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനൊക്കെ എന്നെ വളരെയധികം സഹായിച്ചത് വിശുദ്ധാത്മാക്കളുടെ ദിവ്യകാരുണ്യ സ്നേഹമാണ്, അവരുടെ ദിവ്യകാരുണ്യ അനുഭവങ്ങളാണ് എന്ന് ഉറപ്പിച്ച് പറയുവാൻ എനിക്ക് സാധിക്കും.
തിയോളജി പഠനകാലത്താണ് എന്നെ ബാധിച്ച എൻ്റെ ജീവിതത്തിൽ സഹനത്തിൻ്റെ രോഗാവസ്ഥയുടെ ആ ഒരു മേഖലയിലേക്ക് ദൈവം എന്നെ കടത്തിവിട്ടത്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. എൻ്റെ തിയോളജി പഠന കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിർണായകമായൊരു ക്രൈസിസിലൂടെ ഞാൻ കടന്നുപോയത്. തിയോളജിയുടെ ആരംഭത്തിൽ തന്നെ എനിക്ക് ക്യാൻസറിൻ്റേതായ, അതായത് ട്യൂമർ ക്യാൻസറിൻ്റേതായ ഒരവസ്ഥയിലൂടെ എനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. 2 തവണ ബാംഗ്ലൂർ അപ്പോളോ ഹോസ്പിറ്റലിൽ ഞാൻ സർജറിക്കായി പോയി. ആ വേദനയുടെ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യ ഈശോ എന്നെ ചേർത്ത് നിർത്തുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ രോഗാവസ്ഥകൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള രോഗാവസ്ഥയിൽ വന്നാൽ അവരെ തിയോളജി ഫിലോസഫി പഠനങ്ങളിൽ നിന്ന് അല്പകാലത്തേക്ക് മാറ്റി നിർത്തി പ്രൊവിൻസിലേക്ക് പറഞ്ഞു വിടുകയും പ്രൊവിൻസിൽ നിന്നാണ് ഈ സർജറികളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുക. അതാണ് യൂഷ്വൽ പ്രോസസ്സ്. എന്നാൽ എൻ്റെ കാര്യത്തിൽ അധികാരികൾ ബാംഗ്ലൂരിൽ തന്നെ തിയോളജി പഠനം മുടക്കാതെ ഓപ്പറേഷൻ നടത്താനായിട്ടും സർജറി നടത്താനായിട്ടും അതിൻ്റെ കാലഘട്ടത്തിൽ അവിടെ റെസ്റ്റ് എടുക്കുവാനും ഉള്ള സ്പെഷ്യൽ പെർമിഷനൊക്കെ എനിക്ക് തരികയുണ്ടായി. അങ്ങനെ തിയോളജി പഠനം യാതൊരു തരത്തിലും ബാധിക്കാതെ ആ രോഗാവസ്ഥ ദിവ്യകാരുണ്യ ഈശോ മറികടക്കുവാനായിട്ട് എനിക്ക് കഴിവ് നൽകി, എനിക്ക് ശക്തി നൽകി. നമ്മുടെ രോഗാവസ്ഥയിൽ രോഗങ്ങൾ നമുക്കുണ്ടാകാം. ദിവ്യകാരുണ്യ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ സഹനങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ഈ സഹനങ്ങളിലേക്ക് നോക്കാതെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആ ദിവ്യകാരുണ്യ സാന്നിധ്യം നിരന്തരം അനുദിനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ദിവ്യകാരുണ്യ സ്നേഹത്തിൽ അനുഭവത്തിൽ കൈ നടത്തിയ എന്നെ 2021 ഡിസംബർ 30 ഈശോ ഒരു വൈദികനായി അഭിഷേകം ചെയ്ത് തൻ്റെ സ്നേഹത്തിലേക്ക്, തൻ്റെ തിരുസക്രാരിയിലേക്ക്, അൾത്താരയിലേക്ക് അല്പവും കൂടി ചേർത്ത് നിൽക്കുവാനായിട്ട് അനുവദിച്ചു, അനുഗ്രഹിച്ചു. ആത്മീയ ജീവന്റെ ഭോജ്യമേ, സ്വർഗീയ ജീവന്റെ ഭോജ്യമേ, നിത്യമാം ജീവന്റെ ഭോജ്യമേ, ആരാധന ആരാധന. ആത്മീയ ജീവന്റെ ഭോജ്യമേ, സ്വർഗീയ ജീവന്റെ ഭോജ്യമേ, നിത്യമാം ജീവന്റെ ഭോജ്യമേ, ആരാധന ആരാധന. എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം വിശുദ്ധ ബലി അർപ്പിക്കുവാൻ, ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവാൻ, മറ്റുള്ളവർക്ക് ദിവ്യകാരുണ്യ അനുഭവമായി ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാനൊക്കെ കാരുണ്യവാനായ ദൈവം എന്നെ അനുവദിച്ചു. അത് ഞാൻ തീർച്ചയായും നന്ദിയുള്ളവനാണ്. വിശുദ്ധ ബലിയിൽ മനോഹരമായൊരു രഹസ്യ പ്രാർത്ഥന പുരോഹിതൻ ചൊല്ലുന്നുണ്ട്. കർത്താവായ മിശിഹായി, അങ്ങയുടെ നിർമ്മലവും പരിശുദ്ധവുമായ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് ജീവദായകവും പരിശുദ്ധവുമായ കുർബാന അങ്ങേക്കർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയല്ലോ. തീർച്ചയായും നമുക്കെല്ലാവർക്കും ആവർത്തിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ, പാപാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ബലിപീഠത്തിൽ അടുത്ത് നിന്നുകൊണ്ട് ഒരു ബലിയർപ്പിക്കുവാൻ, ആ ദിവ്യകാരുണ്യ സ്നേഹം അനുഭവിക്കുവാൻ നമുക്ക് അവിടുന്ന് ഇടയാക്കിയല്ലോ. എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം എനിക്ക് നിയമനം ലഭിച്ചത് കോഴിക്കോട് ദേവഗിരി സെൻറ്റ് ജോസഫ് മൊണാസ്ട്രിയിലാണ്. ഇവിടെ ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള രോഗിലേപനം കൊടുക്കുവാനായിട്ട് എന്നെ വിളിക്കുവാറുണ്ട്. അപ്പോൾ രോഗിലേപനം കൊടുക്കുവാനായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു തീരുമാനം ഈശോയോട് പറഞ്ഞിരുന്നു.
ഞാൻ രോഗലേപനം കൊടുക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു നിയോഗത്തോടു കൂടിയാണ് ഞാൻ രോഗലേപനം കൊടുക്കുവാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ രോഗലേപനം കൊടുത്ത വ്യക്തികളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അവരെല്ലാം പരിശുദ്ധ അമ്മയോട് വളരെയേറെ സ്നേഹമുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ദിനവും വിശുദ്ധ ബലിക്കായി പോകുന്നതിനോട് വിശുദ്ധ കുർബാനയോട് സ്നേഹമുള്ളവരായിരുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയോട് സ്നേഹമുള്ളവരായി തീർന്നാൽ നമ്മുടെ മരണശേഷം പോലും നമ്മുടെ ദിവ്യകാരുണ്യ സ്നേഹവും താല്പര്യവുമൊക്കെ ഈശോ പരിഗണിക്കുകയും വിശുദ്ധ ബലികളിൽ അൾത്താരയിൽ നമ്മളെ ഓർക്കാനായിട്ട് ഇടവരുത്തുകയും ചെയ്യും എന്നെനിക്ക് മനസ്സിലായി. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ, നമുക്ക് ശൂന്യതകളൊക്കെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് അടുത്തുള്ളൊരു ദിവ്യകാരുണ്യ സക്രാരിയിൽ അഭയം തേടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ദിവ്യകാരുണ്യ സക്രാരിയിൽ നിന്ന് വരുന്ന ഈശോയുടെ കരുണാർദ്രമായ സ്നേഹം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുക. ജനോവയിലെ വിശുദ്ധ കാതറീൻ പറയുന്ന മനോഹരമായൊരു വാക്യമുണ്ട്. തിരുസക്രാരിക്ക് മുമ്പിൽ ചെലവഴിച്ച നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ. നമുക്കും അങ്ങനെ പറയുവാനായിട്ട് സാധിക്കട്ടെ. ഒരു ദിവ്യകാരുണ്യ അനുഭവം സ്വന്തമാക്കുവാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ആ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് ആഴപ്പെടുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. നമ്മുടെ ഒരുക്കം പൂർണ്ണമാകുമ്പോൾ ഒരു ഡമാസ്കസ് എക്സ്പീരിയൻസ്, ഒരു ദിവ്യകാരുണ്യ അനുഭവം, ഒരു ഈശോയുടെ അനുഭവം നമുക്കും സ്വന്തമാക്കുവാനായിട്ട് നമുക്കും ഇടയാകും. അതിനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.